പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ആഗസ്റ്റ് 29 അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്.
ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞാൽ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നവർ, കുഴങ്ങുന്നവർ, കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ. കർത്താവ് ത്വക്ക് രോഗങ്ങളുണ്ട് കർത്താവ്, അതുപോലെ തന്നെ വിസർപ്പ രോഗങ്ങളുണ്ട് ഈശോയെ, അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ, അതെല്ലാം വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മഹത്വം, ദൈവം തിരിച്ച് നമ്മളെ മഹത്വപ്പെടുത്തും. ഈ കൃപ തരുന്നതിന് നമ്മൾ കൃപ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഗോഡല്ലേ. ദൈവം നമുക്ക് കൃപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. ഈശോയുടെ പ്രാർത്ഥനകളിലില്ലേ, അതായത് പിതാവേ അങ്ങ് ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ തിരിച്ച് നമുക്ക് മഹത്വം കിട്ടുന്നത് കൃപ ലഭിച്ച് നമ്മൾ ശക്തിപ്പെടുന്നതിലൂടെയാണ്. അതിന് ബൈബിളിൽ കൊമ്പെന്നാണ് പറയണത്. മഹത്വത്തിൻ്റെ കൊമ്പും മഹത്വം ഒരുമിച്ച് വരണത്. രണ്ടു തരം കൊമ്പാകാം. ശരിക്കും പറഞ്ഞാൽ കൊമ്പ് വിളിക്കുന്നവരുണ്ട്, ജോബേൽ എന്ന് വിളിക്കുന്ന കൊമ്പ് വിളിക്കുന്നവരുണ്ട്, അത് ഉയർത്തി ഉച്ചസ്ഥായി വിളിക്കുന്നവരുണ്ട്. കൂടുതൽ മഹത്വം സ്തുതിപ്പും വരുമ്പോഴും യുദ്ധവിജയം വരുമ്പോഴൊക്കെയാണ് അങ്ങനെ വിളിക്കണത്. പക്ഷേ അത് നമ്മളുടെ കൊമ്പ് ഉയരുന്നതനുസരിച്ചുകൊണ്ട് പിന്നെ മഹത്വത്തിന് കൊമ്പെന്നുള്ള വാക്ക് കൾച്ചറായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഈ ബൈബിൾ എപ്പോൾ നോക്കിയാലും മഹത്വവും കൊമ്പും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഈ കൊമ്പ് ചിലപ്പോൾ കൃപയായിട്ടും വരും. നമ്മളിൽ കൃപ ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുക. നമ്മൾ സങ്കീർത്തനം എടുത്ത് 92:10, എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അപ്പം അവിടെ അത് കൃപയുമാകാം, നമ്മളെ ദൈവം മഹത്വപ്പെടുന്നതുമാകാം, വിജയിപ്പിക്കുന്നതുമാകാം, അനുഗ്രഹിക്കുന്നതുമാകാം. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു. അതാ ശത്രുക്കളുടെ പതനത്തോട് എൻ്റെ ശത്രുക്കളുടെ പതനം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയമാണ് വരണത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പാണ്, നമ്മുടെ മഹത്വമാണ്, അത് ദൈവം തന്ന കൃപയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റുവേഷൻസ് ഇതേ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ സങ്കീർത്തനം 89:17 അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്, ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സങ്കീർത്തനം 148:14 അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ. അപ്പൊ കൊമ്പ് തന്നെ മഹത്വം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, മഹത്വം നമുക്ക് വരണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ്. ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത്. അപ്പോൾ കൊമ്പ് ഉയർത്തുക എന്ന് പറയണതും മഹത്വം, ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിനും തുല്യമാണ്. അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അത് ദൈവ സാന്നിധ്യവും ദൈവത്തിനെ കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തുന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം. അല്ല നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരണത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് 4:20 പറയണത്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് പറയണത്, വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുകയും. റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു.
ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. അപ്പം മഹത്വം നിസ്സാര കാര്യമല്ല. കിട്ടുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. ഓക്കെ അല്ലേ? ഗ്രിഗോറിയസ്, ഞങ്ങളിപ്പോൾ UK നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2/12/2017 അത് എൻ്റെ വിവാഹം 2017 ജാനുവരി 5 ഞാൻ പെട്ടെന്ന് ഗർഭിണിയാവുകയും 7-ാം മാസമായപ്പോൾ ഇവൾക്കൊരുപാട് ഗ്രോത്ത് ഡിലേസും കുറേ പ്രോബ്ലംസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ട് പ്രീമച്വറായിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവൾക്ക് പ്രീമച്വർ ആയിരുന്നെങ്കിലും ഇവൾക്ക് ഒരുപാട് ഗ്രോത്ത് ഡിലേസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും കൊച്ചു വലുതായി വരുമ്പോൾ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അങ്ങനെയൊന്നും അവർക്ക് മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി 2017 ഡിസംബർ 2 വന്ന് ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. അത് അവളുടെ ഫസ്റ്റത്തെ BCGയുടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹാർട്ടിന് ഹോളുണ്ട്. അത് കുറച്ച് മോശമായിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് ഇവിടുത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അവരെന്നിട്ട് ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് അവർ ഞങ്ങളെ അമൃതയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഒരുപാട് വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ്, എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവിൻ്റെ എൻ്റെ മമ്മീൻ്റെ ഡാഡി ഉടമ്പടി ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേൻ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടാണ് അവളുടെ എക്കോ കാർഡിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് പേടിക്കാനുള്ളതൊന്നുമില്ല, അങ്ങനെ ഒരു ഹോള് അത് ഒട്ടും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്താണ്. അപ്പം നിങ്ങൾ ഒരു 6 മാസം കഴിയുമ്പം ഫോളോ അപ്പ് ചെയ്താൽ മതി. 2 വയസ്സായിട്ടില്ലെങ്കിലും ഹോൾ അടഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്ത് അത് ഹോള് അടയ്ക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവൾക്കൊരു 2 വയസ്സായപ്പോൾ ഇവളുടെ ലിപ്സിനൊരു ബ്ലൂ കളർ ഒരു ചേഞ്ച് കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്ന് കാണിച്ചപ്പോൾ അവരൊരു ഡേറ്റ് തന്ന് ആ ഡേറ്റിന് ഞങ്ങൾ കൊച്ചിൻ്റെ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹോളെല്ലാം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സാക്ഷ്യം പറയണം എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ മാതാവിനോടും ഈശോനോടും പറയും, ഈശോയെ എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ ഒരു എന്തെങ്കിലും അത് ഇവിടെ നിന്ന് ഈശോയും മാതാവും എനിക്ക് തന്നതാണെന്നൊരു എവിഡൻസ് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം അത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 5-6 വർഷത്തിന് ശേഷം ഈ 2025 ഏപ്രിലാണ് ഇവക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു വേദന, അത് ഗ്യാസിൻ്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അന്ന് ഹോൾ അടഞ്ഞതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഡൽഹി അങ്ങനെ കുറേ ഷിഫ്റ്റൊക്കെ ചെയ്ത ആ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പം ഞാൻ അത് ഹോസ്പിറ്റലിലൊന്ന് വിളിച്ചെടുക്കാം, ആ ഹോസ്പിറ്റലിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഡേറ്റ് ടൈം ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് അറിയണേ. അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ഹോൾ അടഞ്ഞത് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗത്തിൽ അവളുടെ ഹോൾ അടഞ്ഞത് ഡിസംബർ 7 ഒരു 2-2:30 മണി, അതായത് 2:15-3 മണി ആ ഒരിടയ്ക്കാണ് ഞങ്ങൾ എക്കോ കാർഡിയോഗ്രാം ചെയ്തത്. അത് നമ്മളെടുത്ത ഡേറ്റ് അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്ന ഡേറ്റാണ്. പക്ഷെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം അതേ സമയം തന്നെയാണ് എൻ്റെ കൊച്ചിൻ്റെ ഹോൾ അടഞ്ഞത് എന്ന് ഞാനത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഡേറ്റ് റിയലൈസ് ചെയ്തു. അതെൻ്റെ മാതാവ് കാണിച്ചു തന്ന്. അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓക്കെ ഇനി നാട്ടിൽ വരുമ്പോഴത്തേക്കും സാക്ഷ്യം പറയണം എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ തേനിൻ്റെ സ്മെല്ലിങ്ങനെ ഭയങ്കരമായിട്ട്, അത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ഫീൽ ചെയ്യില്ല, പക്ഷെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് തോന്നണേന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തെ അന്ന് എക്കോ കാർഡിയോഗ്രാം ചെയ്യാൻ നേരത്ത് ഇവക്ക് ഞാൻ ആ മാതാവിൻ്റെ തേൻ കൊടുത്തിട്ടായിരുന്നു ഇവളെ എക്കോ ചെയ്തത്. അന്നേരമാണ് എനിക്ക് പേടിക്കാനൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് ഉള്ള നല്ലൊരു റിസൾട്ട് കിട്ടിയത്.
പിന്നെ അതുപോലെ തന്നെ എന്നെ ഉടമ്പടിയിലേക്ക് ഈശോ വിളിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇവളെ ഞാൻ പ്രസവിച്ചിട്ട്, അതായത് 7ാം മാസത്തിൽ പ്രസവിച്ചത്, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും കൊച്ച് എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ തന്നെയായിരുന്നു കുഞ്ഞ്. അപ്പം ഈ വൈറ്റമിൻ ഡിയുടെയൊക്കെ സിറപ്പ് നമുക്ക് ആ സമയത്ത് കിട്ടും. അപ്പം ഞാൻ ആ സിറപ്പ് കൊച്ചിൻ്റെ വായിലിട്ട് കൊടുത്തപ്പോൾ അത് നേരെ തൊണ്ടയിൽ കെട്ടി വിൻ പൈപ്പിലേക്കാണ് പോയത്. അപ്പം കൊച്ച് ഭയങ്കര പൊടിയാണ്. അവളിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഭയങ്കരമായിട്ട് വലിച്ച് പെടച്ച പോലെയൊക്കെ കാണിച്ച്, പിന്നെ കണ്ണിങ്ങനെ മേലോട്ട് മറിഞ്ഞു പോയി തോളിലേക്ക് വീണ്. അപ്പം ഞാൻ ഓർത്ത്, കാരണം മുലപ്പാൽ വരെ കെട്ടിയിട്ട് പിള്ളേർ 6 മാസമുള്ള പിള്ളേർ മരിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചില്ല. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൊച്ച് പോയി എന്ന് ഓർത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി, മാതാവേ എൻ്റെ കുഞ്ഞിനെ കാക്കണേ, ഞാൻ അവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ നോക്കുമ്പം എൻ്റെ കുഞ്ഞ്, അത് ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഞങ്ങളുടെ നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കയ്യിലായിരുന്നു കൊച്ച്. അവർ നോക്കിയിട്ട് പറഞ്ഞ് കൊച്ചിനൊരു കുഴപ്പമില്ലല്ലോ, കൊച്ച് നല്ല ഉറക്കമാണല്ലോ എന്ന്. അപ്പോൾ ആ കണ്ണ് മേലോട്ട് മറിഞ്ഞ് ശ്വാസം ഇല്ലാതെ അങ്ങനെ പെടച്ച കൊച്ച് എന്താ പറ്റിയെന്ന് വെച്ചാൽ അതേപോലെ നല്ല ശാന്തമായിട്ട് ഉറങ്ങി. അങ്ങനെയാണ് മാതാവിൽ കൂടുതൽ വിശ്വാസമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പിന്നെ അതിന് ശേഷം ഇവക്കൊരു 2.5 വയസ്സ് തൊട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരുമായിരുന്നു, ഒരുപാട് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റുകളും ബ്ലഡിൻ്റെ ബയോപ്സി പോലെയൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിട്ട്. പക്ഷെ ഞങ്ങൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു. 6.5 വയസ്സ് വരെ ഇവയ്ക്കിങ്ങനെ നന്നായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പോകണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള മാതാവിൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ മുട്ടുകുത്തി 2 തിരിയും, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ആ ടിഷ്യൂവിൽ മാതാവിൻ്റെ എണ്ണയും തൈലവും പിന്നെ ഉപ്പുമൊക്കെ തേച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോനോട് മാതാവിനോടും കരഞ്ഞ് കൈവിടർത്തി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, ഇനി എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിച്ച്. ഇത് നടക്കണ 2024 ഏപ്രിൽ മെയ് ആ സമയത്താണ്. അത് കഴിഞ്ഞ് 2025 ഒരു ഫെബ്രുവരിക്ക് ആയപ്പം എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. അതായത് ഇത്ര നാൾ ഒരു 8 മാസമായിട്ടും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡൊന്നും വരണില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു, ശരിയാണ്, ഇവളുടെ മൂക്കിൽ നിന്ന് ഒരു ബ്ലഡും വന്നിട്ടില്ല, അപ്പം നമുക്കിനി നാട്ടിൽ പോകുമ്പോൾ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അതൊരു സൺഡേ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണേ. ഞാൻ മൺഡേ ആയപ്പോൾ, ഒരു സാറ്റർഡേ സംസാരിക്കണേ, സൺഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീടുകളിലൊക്കെ വിളിച്ച് പറയാമെന്നും പറഞ്ഞ് എൻ്റെ മമ്മിനോടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസിനോടും എൻ്റെ പാരൻസിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി അവൾക്ക് മൂക്കിൽ നിന്നൊരു ബ്ലഡ് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള അവരുടെ ഒരു വിശ്വാസം കൂടി നഷ്ടപ്പെടാനിടയാവരുത് എന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഇവക്കൊരു ഡയറ്റീഷ്യൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിട്ട് സ്കൂളിൽ നിന്ന് വന്ന് എൻ്റെ ഡാഡി വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഓടിയതും അങ്ങനെ വീഴാറില്ല. പക്ഷെ അന്നത്തെ ദിവസം അവളിങ്ങനെ മൂക്ക് കുത്തി അങ്ങോട്ട് വീണ, അതായത് മൂക്കിലിങ്ങനെ തൊട്ടാൽ ബ്ലഡ് വന്നൊരു ഇതായിരുന്നു അവൾക്ക്. അപ്പം മൂക്ക് കുത്തി വീണപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇപ്പം ഡാഡി കാണുകയും കുറേ ബ്ലഡ് വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പം അവളുടെ മൂക്കിൽ നിന്ന് ഒരു പൊടി പോലും ബ്ലഡ് വന്നില്ല. പക്ഷെ അവളുടെ മൂക്ക് ഇവിടെ നിന്ന് മോൾ ഭാഗത്ത് പുറത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് മുറിവായിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നപ്പോഴും ഫോട്ടോസ് കാണിക്കുമ്പോഴൊക്കെ പറയും, ഇത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ, ഇത്രയും, അതായത് തൊട്ടാൽ ചോര പറഞ്ഞൊരു കൊച്ചിന് ഇത്രയും മൂക്കുത്തി വീണിട്ട് പോലും ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവർക്കൊക്കെ ദൈവത്തിൽ ഒരുപാട് വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ പിന്നെ അങ്ങനെ ബ്ലഡ് ഉണ്ടായിട്ടില്ല കുഞ്ഞിന്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോവണം, ജോലി എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എല്ലാം കറക്റ്റ് സമയമാകുമ്പോൾ ഈശോയും മാതാവും കൊണ്ടുവന്ന് നമ്മളുടെ കയ്യിൽ തന്നതുപോലെ 2021 സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു കോഴ്സ് ചെയ്യാനായിട്ട് UK എല്ലാം ശരിയായി. ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന സമയത്തും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടി. എനിക്ക് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഹസ്ബൻഡിന് പഠിക്കാനും ഒക്കെ സാധിച്ചായിരുന്നു. 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് 6 മാസം ഡിസർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വെറും 7 മാസത്തെ എക്സ്പീരിയൻസേ സീനിയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ UK ചെന്നപ്പം സീനിയർ പോസ്റ്റിൽ തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് എല്ലാം ഫെയിലായി.
അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് ഞാൻ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഒരിക്കലും സീനിയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട്, എഞ്ചിനീയറും അല്ല ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ വേണം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എഞ്ചിനീയർ പോസ്റ്റിൽ പിന്നെ അപ്ലൈ ചെയ്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഞ്ചിനീയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു 10 ഇൻ്റർവ്യൂയോളം അറ്റൻഡ് ചെയ്തിട്ട് ആ 10 ഇൻ്റർവ്യൂവിനും സെലക്റ്റഡ് ആയി. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞങ്ങൾ വിസ കിട്ടാനാണെങ്കിൽ നമുക്ക് ആ കമ്പനി നോക്കാമെന്നും പറഞ്ഞ് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വാ, ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്താണ് ഞാൻ വിട്ടത്. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് അവരൊന്നും ചോദിച്ചില്ല കമ്പനിയിൽ. അവിടെ ചെന്ന് ഹസ്ബൻഡിനെ കണ്ടതോടെ ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സ് എല്ലാം കമ്പനി മൊത്തം നടന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ടോണി എന്ന ഹസ്ബൻഡ് പറയും ടോണിക്ക് എന്തെങ്കിലും അതായത് ഇൻ കേസ് ഈ കമ്പനി സെലക്ട് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ ജോലി കിട്ടി. ഞങ്ങൾക്ക് വിസയും അവർ ശരിയാക്കി തന്നു, ഒരു കുഴപ്പമില്ലാതെ ജോലി കിട്ടി. അപ്പം ഈ ഉടമ്പടിയിൽ ഒരു നിബന്ധന ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആരോടെങ്കിലും വഴക്കോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ഷമിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഓർത്ത് കുറേ നാളെ അങ്ങനെ മിണ്ടാട്ടമില്ല, ദേഷ്യമൊന്നും എൻ്റെ ഉള്ളിൽ ആരോടുമില്ല. അപ്പം ഞാൻ ഓർത്തൊന്ന് അവരെ സംസാരിക്കാം, മിണ്ടാതെ ഇരിക്കുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകുമല്ലോ. അപ്പം ഞാൻ ഓർത്തൊന്ന് വിളിക്കാമെന്ന് ഓർത്ത് അവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അത് UK രാവിലെ ഒരു 5:30-6 മണിക്കായിരിക്കും ഞാൻ വിളിച്ചിട്ടുള്ളത്. നാട്ടിലൊരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത്. വിളിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡിന് ആ സെലക്റ്റഡായ കമ്പനിയിൽ നിന്ന് ഒരു കോള് വന്നിട്ട് അവർ പറയുവാണ്, അതായത് ഹസ്ബൻഡിനെ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം അതായത് ജോലിക്ക് എഞ്ചിനീയറായിട്ടുള്ള ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് അത് അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ പ്രൊമോഷൻ കിട്ടി. അങ്ങനെയൊക്കെ നടക്കാൻ UK ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് മാതാവിൻ്റെ ഈശോൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ UK പോയിട്ട് 3.5 വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വീട് മേടിക്കാൻ സാധിച്ചു. അതും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ വീട് മേടിക്കാൻ തന്നെ, കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ് വെച്ചാൽ മാത്രമേ വീട് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ ജോലി മാറുക, അങ്ങനെ ഞങ്ങളുടെ കുറച്ച്, അതായത് എൻ്റെ ആണെങ്കിലും ഷിഫ്റ്റ് വൈസാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് പേ സ്ലിപ്പിന് വേരിയേഷൻസ് വരും. അപ്പം ചിലപ്പോൾ കുറവാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി പാസ്സായിട്ടുള്ള ലോൺ റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി ലോണിൻ്റെ. അപ്പം ഞങ്ങൾ ഓൾറെഡി ലോൺ നമ്മൾ അപ്ലൈ ചെയ്ത് അത് ഞങ്ങൾക്ക് ലോൺ പാസ്സായി. വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു വീട്, പഴയ വീടുകളൊക്കെയാണ് അവിടെ കൂടുതൽ. അങ്ങനെ അന്വേഷിച്ചിരുന്ന് 6 മാസം അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, ലോണിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു കാലാവധി. അപ്പം നമ്മളത് റീഅപ്ലൈ ചെയ്യണം. ആ സമയത്ത് റീഅപ്ലൈ നിൽക്കുമ്പോൾ എൻ്റെ പേ സ്ലിപ്പിന് കുറച്ച് വേരിയേഷൻസും ഹസ്ബൻഡിൻ്റെ പേ സ്ലിപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈശോൻ്റെയും മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ തന്നെ എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിട്ട് അവർ പറഞ്ഞു ആദ്യം നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് ഓർത്ത് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നിരുന്നു. പക്ഷേ അവർ ഞങ്ങളോട് തന്നെ പറയാതെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് കരുതി അവർ 1 വർഷം, അതായത് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പം ആ പഴയ പേ സ്ലിപ്പ് കൊണ്ട് തന്നെ അവർ പുതിയ ലോൺ ഞങ്ങൾക്ക് പാസ്സാക്കി തന്ന്. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവായിരുന്നു ആ സമയത്ത്. അപ്പം നമുക്കത് കുറച്ചുള്ളത് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ പേ സ്ലിപ്പ് കൊടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പഴയ 1 വർഷം മുന്നേ ഉള്ള പേ സ്ലിപ്പ് വെച്ച് തന്നെ ലോൺ പാസ്സായി. പഴയ വീടല്ലാതെ ഒരു ന്യൂ ബിൽഡ് ആയിട്ടുള്ള വീട് തന്നെ UK മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഞാനും കൊച്ചും ഹസ്ബൻഡാണെങ്കിലും എല്ലാ ദിവസവും മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ മാറാനായിട്ട് ഈ ഉടമ്പടി വസ്തുക്കൾ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും എന്ത് സ്കാനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോവാറുള്ളൂ. നാട്ടിലാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആയാലും സ്കാനിങ്ങിനായാലും ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടെ മാതാവിൻ്റെ അടുത്തും ഈശോനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. അപ്പം എത്ര വലിയ അസുഖങ്ങളുടെ സിംറ്റംസ് പോലെ ഇരുന്നാലും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ടായിട്ട് ഈശോയും മാതാവും ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക്
ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ മാത്രമല്ല, അതായത് നമ്മൾക്ക് ഈശോ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് ക്ലിയറായിട്ട് തന്നിട്ടുള്ളൊരു ഇതാണ് ഉടമ്പടി. അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമ്മൾക്ക് ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനായിരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു അപ്ഗ്രഡേഷൻ വിശ്വാസത്തിൽ വരുമ്പം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണതിനേക്കാളും കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ച് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ആരോടും അങ്ങനെ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും വെക്കാതെ മാക്സിമം ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി പത്രങ്ങൾ മേടിക്കണതൊക്കെ എല്ലാം കൊടുത്തു തീർക്കാറുണ്ട് കറക്റ്റ് സമയത്ത്. പിന്നെ സഹായിക്കാനാണെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. ക്യാൻസർ വാർഡുകളിലൊക്കെ പോയിട്ടും സഹായിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥന, കുർബാന കൂടൽ, കുംഭസാരം, ഇതിലൊക്കെ ഒരു കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹവും ദൈവം വഴി കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിനോട് അടുക്കാനും ദൈവത്തിനെ അറിയാനും സ്നേഹിക്കാനും എപ്പോഴും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു വഴിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊരു മാതൃകയായിട്ട് തന്നെ ഈശോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈശോയും മാതാവും തന്ന എല്ലാം പറയുന്നു. എൻ്റെ പേര് അഞ്ജു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദയപുരം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് വർഷങ്ങളായിട്ട് 20 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് വായിൽ പുണ്ണുണ്ടായിരുന്നു. എന്നും മിക്കവാറും ദിവസങ്ങൾ വായിൽ പുണ്ണായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നമായിട്ടൊന്നുമില്ല, വരും, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ വായിൽ നിറച്ചും പുണ്ണ് വരും, 2-3 ഒരുമിച്ച് വരും. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്നായിട്ട് മാറുകയും അത് വലിയ വ്രണം പോലെ, ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ വരുന്ന പോലെ അത്രയും ഭീകരമായ രീതിയിൽ വരും. നാക്കിൻ്റെ സൈഡിലും അങ്ങനെ ഒത്തിരി ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ എഴുതി കാണിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് 6 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. സാധാരണഗതിയിൽ അത്രയും പ്രശ്നമായിട്ടൊന്നും വരാറില്ല, വന്നു ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഈ 6 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ മാറാതെ വായിലൊരു റെസ്റ്റും ഇല്ലാത്ത രീതിയിൽ വായിൽ പുണ്ണ് വരും. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഉറക്കവുമില്ല. രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം വരുന്ന പോലെയാകും. അപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കട്ടിലേൽ ഇങ്ങനെ ചാരിയിരുന്ന് തലയിൽ ഇങ്ങനെ കൈവച്ച് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതിലിടയ്ക്കൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ അത്യാവശ്യം വൈറ്റമിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തരും. 1-2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് തന്നു. പക്ഷെ അതൊന്നും കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കുറവും ഇല്ല. വൈറ്റമിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റമിൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് വൈറ്റമിൻ കഴിച്ചാലും കുറയുന്നില്ലാതെ കാണുമ്പം ഏകദേശം അറിയുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇത്രയും ഭയങ്കര ഭീകരമായ രീതിയിൽ വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലൊരു സംശയം തോന്നി, ഇത് ക്യാൻസറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു സംശയം തോന്നി. അപ്പം വീട്ടിൽ പറയാൻ, ഹസ്ബൻഡിനോടാണെങ്കിലും പറയാൻ എനിക്കൊരു പേടി. എന്നുവെച്ചാൽ രാജേഷിൻ്റെയൊക്കെയാണെങ്കിലും ഇതൊക്കെ കേൾക്കും ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ്. ഒരസുഖം അങ്ങനെ എന്തെങ്കിലും ഇതാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നിവൃത്തിയില്ലാതെ ലാസ്റ്റോടായപ്പോൾ ഒരു 3-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ക്യാൻസർ എങ്ങാണ്ടാണോ എന്ന രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, പുള്ളിക്ക് ടെൻഷനായി. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഞാനൊന്ന് മംഗലാപുരത്തൊന്ന് കൊണ്ട് കാണിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഞാനും വിചാരിച്ചു ഇത്രയും വേദന സഹിച്ചില്ലേ, ഇനിയിപ്പോൾ ഒന്ന് മംഗലാപുരത്തായാലും ഒന്ന് കാണിച്ച് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള, ഒന്നുകിൽ എന്താണെന്ന് കാര്യമൊന്നും എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറിക്കിട്ടണം എന്ന രീതിയിൽ തന്നെ ഞാനും അത്ര മടുത്തു. വേദന സഹിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ അത്ര എത്തി. അപ്പോൾ മംഗലാപുരത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഓരോ ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മരുന്ന് തന്നു, ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു. അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ്
അങ്ങനെ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഇരിക്കുമ്പോഴത്തേനും എനിക്ക് 1 വർഷം മുന്നേ യൂട്രസിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അത് ഒരെണ്ണമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം വായിൽ പുണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും എനിക്ക് വയറുവേദന, ഒരു വെള്ളിയാഴ്ച ദിവസമാകുമ്പോഴത്തേനും എനിക്ക് വയറുവേദന വരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. ഇത് യൂട്രസിൽ ഇങ്ങനെ പ്രശ്നം ഉള്ളത് കാരണം എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ അന്ന് തന്നെ ആ വേദന സഹിക്കാൻ പറ്റാത്തൊരു വേദനയായത് കാരണം ഞാൻ ഡോക്ടറിനെ അന്നുകൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശനിയാഴ്ച ദിവസം തന്നെ പോയി സ്കാനിങ് ചെയ്ത് നോക്കുമ്പം എനിക്ക് ഒരു മുഴയുള്ളിടത്ത് 3 എണ്ണം കൂടെ കൂടി, അങ്ങനെ 4 എണ്ണമായിട്ട് മാറി. 4 എണ്ണമായിട്ട് വരുമ്പം ബ്ലാഡറിൽ ഇങ്ങനെ തടിപ്പും, അപ്പം യൂറിൻ കംപ്ലീറ്റ് പോകുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇൻഫെക്ഷനുമായിട്ട് മാറി. അപ്പോൾ ആ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നീ ഒന്ന് പോയിട്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ അങ്ങനെ കാണിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, അത് മൊത്തം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ ഒത്തിരി താമസിക്കണ്ട, യൂറിൻ കൾച്ചറൊക്കെ ചെയ്ത് നീ എത്രയും പെട്ടെന്ന് തന്നെ വേഗം പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അതും ഒരു ടെൻഷനായി. അപ്പം വായിലെ പുണ്ണ് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ യൂട്രസിൽ അത് ഇത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അതും ഒരു ടെൻഷനായി. അപ്പോൾ ഞാൻ ഇതേപോലെ മംഗലാപുരത്ത് തന്നെ കൊണ്ട് കാണിച്ചു യൂട്രസിലെ പ്രശ്നം. അങ്ങനെ ക്യാൻസറിനെ ടെസ്റ്റ് ചെയ്തു. അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട അന്ന് തിങ്കളാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച രാത്രിയിൽ ഞാനിങ്ങനെ ടേബിളിൽ രാത്രി 1:30 ആയപ്പോൾ മാതാവിൻ്റെ ആ ഒരു രൂപം പോലെ എനിക്കിങ്ങനെ കാണാം. അപ്പം എനിക്ക് തോന്നിയാണോ എന്നോർത്തിട്ട് ഞാൻ എനിക്ക് ഫുൾ ഉറക്കമൊക്കെ പോയി. രാത്രി 1:30 ആയപ്പോൾ ഉറക്കമൊക്കെ പോയി. ഞാനിങ്ങനെ ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ തുടങ്ങി, എനിക്ക് തോന്നുകയാണോ നോക്കി ഓർത്തുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അന്നപാടെ തന്നെ ഉണ്ട് ഒരു കുഞ്ഞിനെ എടുത്തിട്ട്, തീരെ കുഞ്ഞായിട്ടുള്ള ഇങ്ങനെ പിടിച്ചിട്ട് മലത്തിൽ പിടിച്ചിട്ടുള്ള ഒരു രൂപം കൂടെ ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് ആരും വിളിക്കണമെന്നൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ കിടന്ന് സ്റ്റക്കായ പോലെ അവിടെ കിടന്നു. പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ രാജേഷേട്ടോട് പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, ആരോടും പറയുമൊന്നും വേണ്ട, നമുക്കറിയത്തില്ലല്ലോ, ദൈവത്തിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു. അപ്പോൾ രാജേഷേട്ടയ്ക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണം തന്നെയുള്ള ഒരു ചിന്ത മാത്രമായി. നമ്മൾ ട്രെയിനിൽ നിന്നല്ല ഞാനിങ്ങനെ അച്ഛൻ്റെ ഓരോ ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ഞാൻ 1-2 പ്രാവശ്യം കൃപാസനത്തിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്തതായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള ഒറ്റ ആ ഒരു ഇത് തന്നെയായി. എനിക്ക് പിന്നെ അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഇതേ വന്നിട്ടില്ല. അപ്പോൾ അന്ന് പോയപ്പം ഈ യൂട്രസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ പോയപ്പോൾ അന്ന് ക്യാൻസറിനുള്ള ടെസ്റ്റും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പൈസ ഉണ്ടോ ഇല്ലേ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു എന്നെ മാതാവ് വിളിക്കാൻ വേണ്ടി വന്നതാണ്, കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അത്ര അങ്ങനെ ഇതായിട്ട് പറഞ്ഞപ്പം സമ്മതിക്കാതിരുന്നിട്ടൊന്നുമില്ല, നമുക്കൊന്ന് പോയേക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് അന്ന് എനിക്ക് വരുമ്പം തന്നെ എൻ്റെ വായിൽ പുണ്ണുണ്ടായിരുന്നു. തീരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായില്ല, ചെറിയായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ തൊട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം എനിക്ക് ഫുള്ളായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവ് എനിക്കിത് മുഴുവൻ എനിക്ക് മാറ്റിത്തരണം. നാക്കിലൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്കൊന്നിനും പറ്റുമൊന്നുമില്ല. അത് കാരണം എനിക്ക് വായിൽ പുണ്ണ് എന്തായാലും മാതാവ് മാറ്റി തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. ഞാൻ ഇവിടുന്ന് പോയപ്പം ഇവിടുന്ന് എന്നും ഉപ്പ് ഞാൻ കഴിക്കും, കാരണം എൻ്റെ വയറ്റിലും എല്ലാം പുണ്ണ അൾസറിൻ്റെ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്നും ഉപ്പ് കഴിക്കുകയും ചെയ്യും. നെറ്റിയിൽ കുരിശും വരക്കും, വയറിൽ തൈലം പൂശും. യൂട്രസിൻ്റെ പ്രശ്നമുള്ളത് കാരണം വയറിൽ ഞാൻ തൈലം പൂശി അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇവിടുന്ന് വന്ന് ആ വായിൽ പുണ്ണ് പോലും എനിക്ക് പിന്നെ കൂടുതലായി വന്നിട്ടുമില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരുത്താത്ത രീതിയിൽ മാതാവ് ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ കൊണ്ടുപോയി. ഒരു പ്രശ്നവും എനിക്ക് വായിലല്ല ചെറിയൊരു മുറിവ് വന്നാൽ പോലും എനിക്ക് എന്താ പറയുക അത്രയും വലിയ പ്രശ്നമായിട്ട് മാറും. ആ നാക്കിലാണെങ്കിൽ നാക്ക് സൈഡ് മുഴുവൻ പഴുത്ത് ഒരു ഭീകരാവസ്ഥയിൽ തന്നെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. രാത്രിയിലാണെങ്കിലും
വായിലിങ്ങനെ വെള്ളം വന്ന് ഉറക്കമില്ല. രാത്രി ഞാൻ ഉപ്പുവെള്ളമൊക്കെ കൊണ്ടിട്ട് ആകുമ്പം ജീവൻ പോകുന്ന പോലത്തെ ഒരു വേദനയാണ്. അപ്പം ഞാൻ ബൈബിളും അതുപോലെ കൊന്തയും പിടിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഈ ചിലവർ പറയും ഒന്ന് കേൾക്കാം, പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉറക്കം വരും, സാത്താന്മാർ കയറി വരും എന്നൊക്കെ പറയുന്ന കാരണം അങ്ങനെ സാത്താനെങ്കിലും കയറി വരട്ടെ എന്ന് ഓർത്തണം. എനിക്ക് എങ്ങനെയും ഉറങ്ങണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഈ നന്മ നിറഞ്ഞു എത്രയും തേള്ള മാതാവി ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കിടക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ കിടന്ന് അത്ര ഒരു ഭീകരതാവസ്ഥയിലായത് കാരണം അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ആ ഒരു ഇത് വരാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ എല്ലാ ദിവസവും ആ ഒരു രീതി തന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പം ഇപ്പം 6 മാസമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വായിൽ ചെറിയ പല്ല് തട്ടിയിട്ടൊക്കെ മുറിവ് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്കൊരു പഴുക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 6 മാസമായിട്ട് എനിക്കിപ്പോൾ ഒരു വായിൽ പുണ്ണോ കാര്യങ്ങളോ എനിക്കൊരു പ്രശ്നവും ഇല്ല. എൻ്റെ യൂട്രസിലെ പ്രശ്നമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, യൂട്രസിലെ മുഴയുടെ ഒരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുള്ള സ്ഥലത്ത് ഒരു ഇതുമില്ല. ആ മുഴയുടെ ഇതൊക്കെ അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എൻ്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ 15 വർഷമായിട്ട് ഞാൻ കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അത്ര ഇതാക്കിയിട്ടില്ല. എനിക്ക് കണ്ണിന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ചെറുതായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പുറത്ത് പോയി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് കണ്ണട മാറ്റി നോക്കാൻ എന്നോട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സിൽ തോന്നൽ വരുന്നു. അപ്പം ഞാൻ കണ്ണട മാറ്റിയിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് ദൂരക്കാഴ്ചയായിരുന്നു ഇല്ലാതിരുന്നത്. ഞാൻ റോഡിലും അങ്ങോട്ടും നോക്കുമ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ കാണാനും പറ്റുന്നതും ഞാൻ കണ്ണട മാറ്റി വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ഫുൾ എനിക്ക് നേരത്തെ ഒന്നും കാണത്തില്ലാത്ത ആ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞാൻ നോക്കി ഫുൾ എനിക്ക് ക്ലിയറായിട്ട് കാണാം. അങ്ങനെ ഞാൻ നിയോഗത്തിലോ ഒന്നിലും വെക്കാത്ത രീതിയിൽ തന്നെ മാതാവ് എന്നെ അങ്ങനെ ഒരു അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം 3-4 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എപ്പോഴും തലവേദന. ഈ പാരസിറ്റമോൾ കഴിച്ച് വല്ലാത്തൊരവസ്ഥ. എനിക്ക് യാത്ര ചെയ്യത്തില്ല, ഒരു വെയിലോ അങ്ങനെ ഒന്നും തട്ടത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മൈഗ്രെയിൻ്റെ ഇതുള്ളതുകൊണ്ട്. അപ്പം ഈ ഉടമ്പടി തൈലവും എന്ന് ഞാനിങ്ങനെ നെറ്റിയെ പുരട്ടുമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയെ പുരട്ടും, കഴിക്കുകയും ചെയ്യും. ഞാൻ പറയും ഉള്ളിലത്തെ എല്ലാ അസുഖങ്ങളും കുറയട്ടെ, അതുകൊണ്ട് ഞാൻ എന്നും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കഴിക്കും. അങ്ങനെ എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നവും മൈഗ്രെയിൻ്റെ പ്രശ്നവും ഇതെല്ലാം എനിക്ക് മാതാവ് മാറ്റിത്തന്നു. ഇച്ചിരി ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും രോഗികൾക്ക് പൈസയായിട്ടും അതുപോലെ വീട് പണിയാൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ട്രെയിനിൽ പറ്റുന്നവർക്കൊക്കെ കൊടുക്കും. അതല്ലാതെ നാട്ടിൽ അവിടുന്ന് വീടുകൾ തോറും ഇറങ്ങി കൊടുക്കും, അല്ല കാണുന്നവർക്കും എല്ലാവർക്കും ഞാനങ്ങ് കൊടുക്കും. പിന്നെ ഈ ഡെയിലി ബ്രെഡ് ദിവസവും കാണുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യലുണ്ട്, സ്റ്റാറ്റസ് ഇടലുണ്ട്. അതുപോലെ അച്ഛൻ്റെ ധ്യാനം ചില ചൊവ്വാഴ്ചകളിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാനത് അന്നേരം പിറ്റേ ദിവസമായാലും ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും അത് കൂടിയത് തീർക്കാറുണ്ട്. പിന്നെ ഉപവാസം എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഉപവസിക്കലുണ്ട്. ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ള കാരണം മരുന്നൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന കാരണം ഞാൻ ഉപവാസം നല്ലപോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപവസിക്കലുണ്ട്. ബൈബിൾ വായന എനിക്കങ്ങനെ നിശ്ചിത സമയം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ എടുത്ത് വായിക്കും. ജപമാലയാണെങ്കിലും എനിക്ക് തോന്നുന്ന സമയത്ത് എല്ലാം ഞാൻ ചൊല്ലും. യാത്രയിലാണെങ്കിലും വിശ്വാസ പ്രമാണം
ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകുകയും വരുമോ എല്ലാം ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പോകും വരും. അതുപോലെ എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് കഴുത്തിന് ചെറിയ വേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും ഈ ഉടമ്പടി തൈലം ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഒരു അനുഗ്രഹം മാതാവ്, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു പേടിയില്ല. നല്ലൊരു ധൈര്യം, മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒറ്റ ധൈര്യം, ഈശോയും മാതാവ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും. എത്ര പ്രശ്നം വന്നാലും എനിക്ക് നല്ലൊരു ധൈര്യം തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം എൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം പൊങ്ങി വരുകയും അതുപോലെ ആ തീ നാളത്തിനകത്ത് മാതാവിൻ്റെ ആ ഒരു നിഴൽ പോലെ കാണുകയും അതിൻ്റെ നടുക്കൊരു ചെറിയൊരു വെള്ളവെട്ടം പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുത്തത് മെഴുകിനകത്ത് മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊങ്ങി വരുന്നതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചതിനകത്തുനിന്ന് ഒരു ഓസ്തി പോലെ ഇതാവുകയും ആ വെള്ളവെട്ടത്തിൻ്റെ നടുക്കൂടെ ചുറ്റിനും ഒരു റെഡ് കളർ ഫോട്ടോയിൽ തന്നെ ഇതായി മാറി. പെട്ടെന്ന് എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോയിൽ തന്നെ ആയത് കാരണം ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒത്തിരി തിരിയിലും മാതാവിൻ്റെ രൂപവും മാതാവ് കുഞ്ഞിനെ ഉണ്ണീശോനെ എടുത്തിരിക്കുന്ന ആ രൂപവും അങ്ങനെ മഴവില്ല് പോലെ അങ്ങനെ പല രീതിയിൽ ഇപ്പം ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളർ പോലെ എൻ്റെ തിരിയിൽ എപ്പോഴും തന്നെ കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും മാതാവ് എനിക്ക് തന്നു. ഇതെല്ലാം ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇത് ഞാൻ കൊണ്ടുവന്ന തിരി എൻ്റെ വീട്ടിലായ തിരിയുടെ ഇതായത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പേര് ഐലിൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. 2024 സെപ്റ്റംബർ 12-ാം തീയതി ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഒക്ടോബറിൽ ഞാൻ ജർമ്മനിക്ക് പോകാനിരിക്കുമായിരുന്നു. അതിന് മുന്നേ ആയിട്ട് വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഈ ഓഗസ്റ്റിൽ ഞാൻ വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ചെവിയിൽ പതിവായിട്ട് ഇയർ വാക്സ് വന്ന് അടിഞ്ഞിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ചെവിയിൽ നിന്ന് വാക്സ് ക്ലീൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിവായിട്ട് എപ്പോഴും ഇങ്ങനെ വാക്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കെ ആവും, പിന്നെയും പെട്ടെന്ന് തന്നെ പഴയ പോലെ കേൾക്കാൻ മേലാതെ പോലെ വരുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു, നിനക്ക് ചെവി കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാനൊരു 3 വർഷം മുന്നേ കോളേജിൽ പഠിക്കുമ്പോഴേക്കും വാക്സ് ക്ലീൻ ചെയ്തപ്പോഴേക്കും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. കേൾവി തുറന്നതായിട്ടൊന്നും എനിക്ക് വ്യത്യാസം തോന്നിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വാക്സ് ക്ലീൻ ചെയ്തപ്പോഴും എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല. എനിക്ക് കേൾവി കുറവായിട്ടുള്ള പോലെ തന്നെ തോന്നി. അപ്പോൾ ഈ വർഷം വെക്കേഷന് വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ഇതുപോലെ വാക്സ് ക്ലീൻ ചെയ്തു. ENT ഡോക്ടറിനെ കണ്ടു, വാക്സ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇതുപോലെ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് കേൾവി പരിശോധിക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 3 കൊല്ലം മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നു കേൾവി കുറവാണോ എന്ന്. ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേൾവി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും വലത് ചെവിക്ക് 25% മുതൽ 30% വരെ കേൾവി കുറവാണെന്ന് കണ്ടെത്തി. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇത്രയും കേൾവി കുറവ് വരുന്നത് ഒരു അസ്വാഭാവികമായിട്ടുള്ള കാരണമായതുകൊണ്ട് MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 15-ാം തീയതി ബ്രെയിനിൻ്റെ MRI എടുത്തു. അപ്പോൾ അന്ന് എൻ്റെ അമ്മ ചൊവ്വാഴ്ചത്തെ ധ്യാനം അന്നായിരുന്നു കൂടിയത്. അപ്പോൾ അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് 44 ദിവസം കഴിയുമ്പോഴേക്കും മാതാവ് അത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 44 ദിവസം കണക്ക് കൂട്ടുമ്പോഴേക്കും സെപ്റ്റംബർ 29. ഞാൻ ഓഗസ്റ്റ് 29 ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് എന്തായാലും ഹിയറിംഗ് ടെസ്റ്റ് ഇനി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് കേൾവി തിരിച്ചു കിട്ടിയതായിട്ട് മാതാവ് വ്യക്തമായിട്ട് നിനക്ക് ഒരു അടയാളം തരും, നിനക്ക് പൂർണ്ണമായിട്ടും കേൾവി തിരിച്ചു കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ENT ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾവി പോയതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് MRI എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം MRIയുടെ റിസൾട്ട് വന്നു. അപ്പോൾ കേൾവിയുടെ നെർവിനെ ഞെരുക്കുന്ന എന്തോ ഒരു സാധനം ബ്രെയിനിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരു ന്യൂറോ സർജൻ ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണണം. സിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരും. സർജറി ചെയ്താലും ചിലപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ചുണ്ട് കോടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓഗസ്റ്റ് 19 ഞങ്ങൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അന്ന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സുഗന്ധം കിട്ടിയായിരുന്നു. എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ചെവിയിലും തലയിലും ഒക്കെ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴേക്കും രോഗികളെയായിരുന്നു ആദ്യം വിളിച്ചത്. അപ്പോൾ ഒരു 50 വയസ്സിൽ താഴെയുള്ള ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ അസുഖമാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എൻ്റെ അസുഖമെല്ലാം മാറ്റിത്തരണേ, എനിക്കിവിടെ ഈ ആൾത്താരെ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മാതാവിനെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 25 ഞങ്ങൾ ആസ്റ്ററിൽ പോയപ്പോഴേക്കും അവിടുത്തെ ന്യൂറോ സർജനെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അദ്ദേഹം വെക്കേഷന് പോയിരിക്കുമായിരുന്നു. എനിക്ക് 29 തിരിച്ചും പോകണം, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒത്തിരി തിരക്കുള്ള ഡോക്ടറായിരുന്നു. മാതാവിന് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 25 ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ന്യൂറോ സർജൻ പറഞ്ഞു, സിസ്റ്റിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല, എങ്കിലും നിങ്ങൾ ENT സർജനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പപ്പ, ഞങ്ങൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ENT ഡോക്ടർ വിനോദ് ഡോക്ടറായിരുന്നു. ഡോക്ടർ അവിടെ ഉള്ള ഡോക്ടറല്ല, ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടറാണ്. അപ്പോൾ പപ്പ വിനോദ് എന്നുള്ളതിന് പകരം വിനീതെന്ന് തെറ്റിച്ച് പറഞ്ഞു. അപ്പോൾ വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂറോ സർജൻ ഡോക്ടർ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വിനീത് ഡോക്ടറിനെ ഇന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ വിനീത് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ENT സർജൻ ഉണ്ടായിരുന്നു. മാതാവ് ആ സമയത്ത് തെറ്റിച്ച് പറഞ്ഞാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വിനീത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് നടക്കുന്ന റൂം തപ്പി നടന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു ഗ്രേ കളറിലുള്ള ഒരു റൂമാണ്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേ കളർന്ന് കേട്ടപ്പോൾ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കളറാണ് ഗ്രേ കളറ്. അപ്പം നമ്മളെന്തായാലും ആ റൂമിനകത്ത് വെച്ച് മാതാവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് ചെവിയിലെല്ലാം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അകത്തേക്ക് പോയി. പപ്പായും അമ്മയും പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. അകത്ത് പോയപ്പോഴേക്കും എനിക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് കുറേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റി. അത് കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും എൻ്റെ കേൾവിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ കേൾക്കുന്നത് അതേ കേൾവിയാണ് എനിക്കുള്ളതെന്ന് റിപ്പോർട്ടിൽ കണ്ടു. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് കേൾവിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, എനിക്കും അറിയാം. എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞ്, ഒരിക്കലും കേൾവി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കേൾവി ശക്തി മാതാവ് എനിക്ക് തിരിച്ചു തന്നാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ENT സർജനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല, ബ്രെയിനിനും പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഓഗസ്റ്റ് 29 തിരിച്ച് ജർമ്മനിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നാളെ കഴിഞ്ഞ് ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോഴേക്കും ജർമ്മനിക്ക് പോകാനായിട്ട് എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് അവിടെ പരിചയക്കാരോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നു, എനിക്ക് കൂട്ടുകാരോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അക്കോമഡേഷൻ എനിക്ക് കിട്ടിയില്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ മെയിൽ അയച്ചു, യൂണിവേഴ്സിറ്റിയിൽ ഇനി അക്കോമഡേഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബന്ധുക്കളോ ആരും ഇല്ലാതെ അവിടെ അക്കോമഡേഷൻ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8 8 നോയമ്പിൻ്റെ തീരുന്ന ദിവസം മാതാവ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെയുള്ള ഒരു ചേച്ചിയുടെ അമ്മയെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ ചേച്ചി പറഞ്ഞു ഒരു റൂമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ ആരും അങ്ങനെ സ്വന്തം റൂമിലൊന്നും നിർത്തത്തൊന്നുമില്ല. പക്ഷേ ആ ചേച്ചി എന്നെ അവിടെ നിർത്തി. അപ്പം എനിക്ക് പോകുന്നതിന് മുന്നേ വേറൊരു റൂം വന്നിട്ട് കിട്ടി. പക്ഷേ അതൊരു സബ്ലെറ്റ് റൂമായിരുന്നു. അതായത് ഒരാളുടെ റൂമാണ്, ആ ആൾ വെക്കേഷന് പോയപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് തരുന്ന ഒരു റൂമാണ്. അപ്പോൾ ആ റൂം എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് 1 മണിക്കൂർ അകലെയായിരുന്നു. അപ്പം ഞാൻ ആ റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പോകുന്നതിന് ഒരാഴ്ച മുന്നേ ആ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ റൂം അത് തരത്തില്ല, അതിനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് പോയി. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് റൂമില്ല. പക്ഷെ ഞാൻ
ഉറച്ചു വിശ്വസിച്ചു മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനി ഞാൻ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്, ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതല്ലേ, നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ റൂം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കത് എങ്ങനെ കിട്ടാനാണ്, അവർ നമുക്ക് മെയിൽ അയച്ചതല്ലേ, ഇനി അവിടെ റൂമില്ല, അവിടെ ഫുള്ളാന്ന് അയച്ചതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മനി ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി. ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നേരിട്ട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം ബസ് സ്റ്റോപ്പിലിരുന്ന് കൂടിയിട്ട് ഞാൻ ആ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പോയി ഉപ്പിട്ടു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു റൂമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു റൂം ഉണ്ടെന്ന് പറഞ്ഞ്. അതൊരു അത്ഭുതമായിരുന്നു, കാരണം അവരാർക്കും അങ്ങനെ കൊടുക്കത്തില്ല. ഒത്തിരി കുട്ടികൾ അങ്ങനെ പോയി ചോദിക്കുന്നതായിരുന്നു, പക്ഷേ ആർക്കും കൊടുക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ജർമ്മനിയിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് വെക്കാൻ പറ്റുന്നൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫുഡ് വെക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെപ്പറ്റി പറയുമായിരുന്നു. എനിക്ക് റൂം കിട്ടിയതും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതും എല്ലാം കൃപാസനത്തിൽ നിന്നാണെന്ന് പറയുമായിരുന്നു. ധ്യാനം കൂടുകയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും പറ്റുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. വചനം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പത്രം ജർമ്മനി ഇവിടുന്ന് പോയതുകൊണ്ട് അവിടെ വിതരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം മടി കൂടാതെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു മടി. എൻ്റെ പേര് സ്റ്റെഫി ഫ്രാൻസിസ്. ഞാൻ വരുന്നത് സൗദി അറേബ്യയിൽ നിന്ന്, റിയാദിൽ നിന്നാണ്. ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണ്, ഒല്ലൂർ. ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ആദ്യമായി തന്നെ ഞങ്ങളിവിടെ വീണ്ടും ഈ അൾത്താരയിൽ നിൽക്കാൻ അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി. നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് ആണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിച്ച ജോലി ലഭിച്ചതിൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ഞങ്ങൾക്ക് 6 മാസം മുൻപ് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നു, ഓൾറെഡി NRI ഉടമ്പടിയിൽ. ഈ ദിവസം തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഈ ദിവസം തന്നെ മാതാവിൻ്റെ മുൻപിൽ വരുവാനായിട്ട് സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി പുതുക്കുന്ന പത്രത്തിൽ നോക്കിയപ്പോൾ സെയിം ഡേറ്റിനാണ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. 6 മാസം മുൻപ് ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ ഹസ്ബൻഡിന്. ആ ജോലി ഞാൻ ഓൾറെഡി തീർത്ഥാടന ഉടമ്പടിയിൽ ഇരിക്കുമ്പോഴാണ് ജോലി നഷ്ടപ്പെട്ടത്. ജോലി നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാലും NRI ഉടമ്പടിയിൽ ഞാൻ നിബന്ധനകളൊക്കെ കുറച്ചൊക്കെ ഫോളോ ചെയ്യാതിരുന്നിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ഓൺലൈൻ ഉടമ്പടി ഒന്നും കൂടി എടുത്ത് ഞാനത് റിന്യൂ ചെയ്തു, ഒന്നും കൂടിയും ചെയ്യാനായിട്ട്, പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തന്നെ ഹസ്ബൻഡും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ ചെയ്ത പോലെ രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ മെറിറ്റ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും, ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ലഭിക്കാണ്ടായിരുന്നപ്പോൾ ഒരുപാട് നിരാശയുണ്ടായിരുന്നു. എന്നാലും വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ആ ഉറച്ച ബോധ്യത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് പിന്നെയും ജോലി ലഭിക്കാതിരുന്നപ്പോൾ അച്ഛൻ പറയാറുണ്ട്, നിങ്ങൾ വിശേഷ വിധിയായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? അപ്പം ഞാൻ വിചാരിച്ചു ഇനി ജോലി ലഭിക്കുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുക്കുമെന്ന് പറഞ്ഞു. ഈശോയെ മാതാവേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ജോലി ലഭിക്കുന്നത് വരെ ഞാൻ ഉപവാസത്തിലായിരിക്കും. പിന്നെ ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കണത്. അതിൻ്റെ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഞാനൊരു പുല്ല്, ഇങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ പുല്ല് കിട്ടും, അതെടുത്ത് കുറച്ച് കല്ലൊക്കെ അതിൽ വിരിച്ച് ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ആ കോൾ വന്നതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ആ ജോലി തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ദൈവത്തിനും മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി. പിന്നെ ആ ജോലി ലഭിച്ചതിന് ശേഷം ഹസ്ബൻഡ് ചെയ്തിരുന്ന ജോലി ഒരു ഫോറൻസിക് ഡിലേ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ജോലിയാണ്. ആ ജോലിയിൽ ആഗ്രഹിച്ചിരുന്ന പൊസിഷനൊന്നും ആൾക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ പുതിയ ജോലിയിൽ ആൾ ആഗ്രഹിച്ചിരുന്ന ഒരു കോൺട്രാക്ട്സ് മാനേജർ എന്ന് പറഞ്ഞ പൊസിഷനും ഞങ്ങൾക്ക് നല്ലൊരു നഷ്ടപ്പെട്ട ജോലിയേക്കാളും വലിയൊരു ജോലി തന്ന് മാതാവും ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. കൂടാനുകൂടി നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് സൗദി PRS
ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ കനേഡിയൻ PR കുറിച്ചിട്ട് ലഭിച്ചതായിട്ടുള്ള സാക്ഷ്യം പറഞ്ഞു. ഈ പ്രാവശ്യം എനിക്ക് സൗദി PR, ഒരു സൗദി പ്രീമിയം റെസിഡൻസി എന്ന് പറയും, സൗദി പൗരന് തുല്യം നമ്മളെ ആക്കുന്ന ഒരു കാറ്റഗറിയാണ് അത്. ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് മാസങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും അതിനൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടിയിൽ PR വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഈ ജോലി ലഭിച്ചതിന് ശേഷം ഈ PR തന്ന് മാതാവും ഈശോയും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞങ്ങൾ കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. പക്ഷേ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എന്താ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറയും BA ലിറ്ററേച്ചർ. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഡിഗ്രി ഇല്ല. ആക്ച്വലി ഞാനൊരു +2 ഗ്രാജുവേറ്റ് അല്ല ഞാൻ. അപ്പോഴും അതെൻ്റെ ഒരു വിഷമമാണ്. എനിക്ക് എപ്പോഴും ഒരു ജോലി വേണം, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് അത് പറയും. എല്ലാവർക്കും അറിയായിരിക്കും, വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊരു ബോർഡിലാക്കി അതിനുവേണ്ടി നമ്മൾ പോസിറ്റീവ് തിങ്കിങ് അങ്ങനത്തെ ഒരു സ്റ്റൈല്. പക്ഷേ ഞാൻ അതിനെ വിഷൻ ബോർഡിന് പകരം ഒരു മിറക്കിൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുത്ത് അതിൽ എനിക്ക് ജോലി ലഭിക്കുന്നതായിട്ടും, ഞാൻ ആഗ്രഹിക്കുന്ന ജോലിയിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നതായിട്ടും, പിന്നെ ഹസ്ബൻഡിന് സൗദി PR ലഭിക്കുന്നതായിട്ടും, ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും ഞാനതിൽ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ അതിനുശേഷം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി എനിക്കൊരു ജോലിക്കുള്ള ഒരു ഇൻ്റർവ്യൂ കോള് ദൈവാനുഗ്രഹത്താൽ നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഉപ്പും ഇതൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ കോള് ചെറിയൊരു ജോലിയാണ്. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ കോളെന്ന് പറഞ്ഞപ്പോൾ അധികം ഒന്നും ചോദിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ചുമ്മാ ChatGPT ഒക്കെ എടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും ചോദിച്ചാൽ പറയാനുള്ള ഉത്തരങ്ങളൊക്കെ ചുമ്മാ നോക്കി വെച്ചു. പക്ഷേ ശരിക്കും ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ അതൊരു ശരിക്കുമുള്ള ഒരു നോർമൽ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷെ ഞാനത് നല്ല രീതിയിൽ എനിക്ക് പറയാനായിട്ട് പറ്റി. അതിനുശേഷം എനിക്ക് ആ ജോബ് കിട്ടി. ബ്രിട്ടീഷ് കൗൺസിലിൽ എക്സാം ഇൻവിജിലേറ്റർ ആയിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് ലഭിച്ചത്. ഒരു +2 യോഗ്യത മാത്രമേ ഉള്ളൂ എൻ്റെ, എനിക്ക് ഡിഗ്രി പോലും ഇല്ല. അപ്പോൾ അതും തന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും ഞാൻ ഈ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ബാക്കി വന്ന തിരിയെടുത്ത് എപ്പോഴും നോക്കും. ഈ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ രൂപം അതിൽ വരുന്നു, മാതാവിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും, തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും മാതാവിനെ ഒന്ന് അതിൽ കാണാൻ പറ്റുക, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണാൻ പറ്റുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. മാതാവ് ഒരു അടയാളം പോലെ എപ്പോഴും ചോദിക്കും. ഉടമ്പടി ധ്യാനത്തിലൊക്കെ ഞാൻ അടയാളം ചോദിക്കും. അപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ഒരു ഉത്തരം അച്ഛൻ എനിക്ക് തന്നിരിക്കും. അച്ഛൻ്റെ ആ വാക്ക് കേൾക്കാനായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കാത്തിരിക്കും. പിന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് ഉള്ളതുകൊണ്ട് ഡെയിലി ബ്രെഡിലും എന്തെങ്കിലും ജീവിത പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഡെയിലി ബ്രെഡിൽ എനിക്ക് അതിനുള്ള ഉത്തരം ഉണ്ടാവും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിലും ഒരു ഫാമിലി ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. അവിടെ കുരിശിൻ്റെ വഴി നടന്ന് അത് കഴിഞ്ഞപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എല്ലായ്പ്പോഴും ഞാൻ മെഴുകുതിരി നോക്കും. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അതിൽ ബാക്കി മാതാവിൻ്റെ രൂപമായിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷെ ചുമ്മാ ഞാൻ കുരിശിൻ്റെ വഴി കഴിഞ്ഞു. പിറ്റേ ദിവസം ആ മെഴുകുതിരി ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ വന്ന മാതാവിൻ്റെ രൂപമാണ്. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അതുപോലെയുള്ള കൃപാസന മാതാവിൻ്റെ രൂപമാണ്. ഇത് എനിക്ക് ഒരു അർഹതയില്ല ഇത് പിടിക്കാനോ ഈ അത്ഭുതം എൻ്റെ ഭവനത്തിൽ നടക്കുവാനായിട്ട്. പക്ഷെ ഇറ്റ്സ് ഓൾ ബൈ മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾ ബൈ ഗ്രേസ്. ഐ ട്രൂലി ബിലീവ്. അപ്പോൾ ഈ അനുഗ്രഹത്തിനും എനിക്കൊരു അടയാളമായിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ മാതാവിൻ്റെ രൂപം കാണുമ്പോൾ ഒരുപാട് വ്യക്തികൾ വിശ്വാസത്തിൽ ആഴപ്പെടും എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഈ അത്ഭുതം നടന്നതിന് അന്ന് കുരിശിൻ്റെ വഴിക്ക് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ യോഗ്യതയാലൊക്കെയാണ് ഇത് നടന്നിട്ടുള്ളത്. അതിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ മൂത്ത മകള്, അവളുടെ പേര് കാത്രിൻ എന്നാണ്. അവൾക്ക് പഠിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് അവൾ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് പാസ്സാകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 8th ഗ്രേഡിലാണ് അവൾ പഠിച്ചിരുന്നത്. അപ്പം ഞാൻ പേരൻറ്റ് ടീച്ചർ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് പേടിയാണ്, ഇനി എന്താണ് പറയുക, അവളെക്കുറിച്ച് ഇനിയിപ്പോൾ 9th പാസ്സാവോ ഇല്ലേ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോകാറ്. അന്നത്തെ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു മോൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അവൾക്ക് ബാക്കി എല്ലാ സബ്ജക്ട്സിലൊക്കെ നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് അവളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ് 9th ഗ്രേഡിലേക്ക്. അങ്ങനെ 9th ഗ്രേഡിലാണ് ഇപ്പോൾ അവളുള്ളത്. അതും മാതാവും ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് മാതാവിന് ഈശോയ്ക്കും കൂടാനുകൂടി നന്ദികൾ അർപ്പിക്കുന്നു.
താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. എപ്പോഴും എനിക്ക് ഓർമ്മ വരാറുള്ള ഒരു ബൈബിൾ വാക്യമാണ്. നമുക്ക് ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ എളിമപ്പെടാനായിട്ട് പറ്റാതിരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരാമെന്നുള്ള ബൈബിൾ വാക്യമാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിങ്ങൾ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് സാഹചര്യം കുറവാണെങ്കിലും അവിടെ ഞങ്ങൾ സിഗ്നലിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പം അവിടെ പിള്ളേരൊക്കെ വരും ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നതിനുപരിയായിട്ട് ഞങ്ങളൊരു കിറ്റായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസും വാട്ടറും പിന്നെ ഫുഡൊക്കെ ആയിട്ട് ഒരു കിറ്റ് പോലെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ജോലി കിട്ടിയപ്പോൾ അതിൻ്റെ നേർച്ച പോലെ ഞങ്ങൾ അതിന് സാലറിയിലെ ഒരു പങ്ക് ഞങ്ങൾ പ്രേക്ഷിത വേലയ്ക്കായിട്ട്, അതായത് പൊതിച്ചോറായിട്ടും പിന്നെ അനാഥാലയങ്ങളും എല്ലാ മാസവും ഞങ്ങൾ അനാഥാലയത്തിൽ ഇങ്ങനെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരെയും സഹായിക്കാനായിട്ട് കഴിയുന്ന വിധത്തിലൊക്കെ ആര് സഹായം ചോദിച്ചാലും ഞാൻ നോ എന്ന വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ല. അത് പലപ്പോഴും എനിക്ക് ഉപദ്രവമായിട്ടുണ്ടെങ്കിലും അത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് ഈ ഉടമ്പടി ധ്യാനവും അതൊക്കെ എല്ലാ ചൊവ്വാഴ്ചയും കൂടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് മടുപ്പ് തോന്നാം. പക്ഷേ ഈ അച്ഛൻ്റെ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഞാനതുപോലെ നാട്ടിൽ വന്നപ്പോൾ അനാഥാലയങ്ങളിൽ പോയി രോഗികളെ സന്ദർശിച്ചു. എനിക്ക് അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എപ്പോഴും ഹസ്ബൻഡായാലും ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന എല്ലാ മാസവും എൻ്റെ പപ്പേനെ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കാനും പിന്നെ അനാഥാലയങ്ങളിൽ പപ്പ സന്ദർശിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഓരോ കാരുണ്യ പ്രവർത്തികളും അതുപോലെ ചെയ്യാറുണ്ട്.